ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോണസ് പോയിൻറ്റിനെ കുറിച്ചല്ലേ. അതായത് നമ്മുടെ ടോട്ടൽ WGPA കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിനകത്ത് ബോണസ് പോയിൻ്റ് കൂടെ ഉണ്ട്. അതിലെങ്ങനെയാണ് ഇനി WGPA കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ എക്സാമിനറിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ മക്കളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ബോണസ് പോയിൻ്റ്, അതേപോലെ തന്നെ അത് എങ്ങനെയാണ് കിട്ടുക, അത് ആർക്കൊക്കെയാണ് കിട്ടുക, കംപ്ലീറ്റ് കാര്യങ്ങൾ മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നുണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു സ്ട്രീമൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അപ്പോൾ എന്താണ് എൻ്റെ കുട്ടികളുടെ ആഗ്രഹം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇനിയിപ്പോൾ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്യൂഷൻ പോകുന്നതിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇനി അത് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങളിപ്പം ഇത്രയും കാലം സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വരാൻ വേണ്ടി പോകുന്നത് എന്താണ്, നമ്മുടെ NCERT സിലബസിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കും ആ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്ത് ചാപ്റ്ററിൽ കൂടുന്നുണ്ടാവും, ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളല്ല, ആക്ച്വലി അതൊക്കെ റിയാലിറ്റീസാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ കുട്ടിയൊക്കെ വളരെ സ്മൂത്തായിട്ട് കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്യൂഷൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിനി നിങ്ങളുടെ എക്സാം ഹിന്നറിൻ്റെ കൂടെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ പണ്ട് നമ്മുടെ റിസൾട്ട് 20 കുട്ടികൾക്കായിരുന്നു നമ്മുടെ കഴിഞ്ഞ അഗ്നി ബാച്ചിൽ, നമ്മുടെ +1 സയൻസ് ബാച്ചിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് കൂടെ വന്നപ്പോൾ എത്രയാണ് ടോട്ടൽ, പിന്നെ എക്സ്ട്രാ 5 കുട്ടികൾക്കും കൂടെ ഫുൾ മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ 25 കുട്ടികൾക്കാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന നമ്മുടെ അഗ്നി ബാച്ചിൽ നിന്ന് 25 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. വേറെയും ഒത്തിരി മക്കളുണ്ട് കേട്ടോ, നമ്മുടെ സയൻസ് സബ്ജക്ട്സിൽ മാത്രം ഫുൾ A+ കിട്ടിയത്, സയൻസ് സബ്ജക്ട്സിൽ മാത്രം ഫുൾ മാർക്ക് കിട്ടിയത്, അങ്ങനെ കുറേ മക്കളുണ്ട്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരൂല, അതുകൊണ്ടാണ്. സോ അതേപോലെയുള്ളൊരു ബാച്ചിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ബാച്ചിൽ ഉണ്ടാവും. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, PDF നോട്ട്, എക്സ്ട്രാ ലൈവ് ക്ലാസ്, പിന്നെ നമ്മുടെ എന്താണ് ചാപ്റ്റർ വൈസ് PYQ, ചാപ്റ്റർ വൈസ് എന്താണ് വർക്ക്ഷീറ്റ്, എക്സാം, ഇതെല്ലാം ഉണ്ടാവും. അഡീഷണൽ നമ്മുടെ പ്ലസ് ബാച്ചിൽ കംപ്ലീറ്റ് ബുക്ക് സെറ്റും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക്, നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ ബാങ്കും, ദെൻ റിവിഷൻ ബാച്ചും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ടാവും. ഇതേപോലെ കൊമേഴ്സിന് നമുക്ക് ബാച്ച് ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നീറ്റും JEU ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പൃഥ്വി, അതേപോലെ തന്നെ യോധ ബാച്ച് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലേറ്റ് ആകാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. ബോണസ് പോയിന്റ് ആർക്കൊക്കെയാണ് കിട്ടുക, അല്ലെങ്കിൽ എത്രയൊക്കെയാണ് നമ്മുടെ ബോണസ് പോയിന്റ്? അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്സ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഒന്നാമതായിട്ട് ആദ്യത്തെ നമ്മൾ പറയുകയാണെങ്കിൽ A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗം. ഓക്കെ, ലിറ്റിൽ കൈറ്റ്സിൽ നിങ്ങൾക്ക് A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നുണ്ടാകും. ദെൻ അതേ സ്കൂളിലെ വിദ്യാർത്ഥി, അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ +1 +2 നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി 2 മാർക്ക് ഉണ്ടാവും. അപ്പം മിസ്സിൻ്റെയൊക്കെ കാര്യത്തിൽ മിസ് SSLC പഠിച്ചത് പ്രോവിഡൻസിലാണ്, അവിടെ തന്നെയായിരുന്നു മിസ്സിൻ്റെ +1 +2. അപ്പോൾ എനിക്ക് എത്ര കിട്ടും, അഡീഷണൽ 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അതേ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, നിങ്ങൾ +1 +2 കിട്ടുന്ന സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സ്കൂള്, നിങ്ങളുടെ അതേ ഗ്രാമപഞ്ചായത്ത്, നിങ്ങൾ SSLC പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അതേ മുനിസിപ്പാലിറ്റി, അതേ കോർപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഒന്നെങ്കിൽ അതേ ഗ്രാമപഞ്ചായത്തിൽ, അല്ലെങ്കിൽ അതേ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ അതേ കോർപ്പറേഷനിൽ ഉണ്ടായാൽ മതി. ഇനി അതേ താലൂക്കിലാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും 1 മാർക്ക് അഡീഷണൽ ഉണ്ട്. പിന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ്, അതായത് ഇപ്പം നിങ്ങളുടെ വീടുള്ള ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുള്ള ആ താലൂക്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തൊട്ടടുത്തുള്ള താലൂക്കിലെ സ്കൂളിൽ പോകേണ്ടി വരും അല്ലേ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 ബോണസ് പോയിന്റ് എക്സ്ട്രാ കിട്ടും. ഓക്കെ, പിന്നെ കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതു പരീക്ഷയിലാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് CBSE കുട്ടികൾക്കൊരു വെല്ലുവിളി വരുന്നത്. അതായത് CBSE കുട്ടികൾക്കൊക്കെ പലർക്കും നല്ല മാർക്സ് ഉണ്ടായിട്ട് പോലും +1 +2 അഡ്മിഷനിലേക്ക് വരുമ്പോൾ അവരുടെ മാർക്ക് കുറയുന്നതിൽ ഒരു കാരണം ഇതാണ്. അതായത് SSLC സ്റ്റേറ്റ് ബോർഡിൽ തന്നെ പഠിച്ച മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡീഷണൽ 3 പോയിൻ്റാണ് ബോണസ്. CBSEക്കാർക്ക് ഇത് കിട്ടില്ല, ICSE സിലബസിൽ പഠിച്ച ആൾക്കാർക്കും ഇത് കിട്ടില്ല. ഓക്കെ, അപ്പം SSLC ബോർഡ്, കേരള സിലബസ് ബോർഡിൽ പഠിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അഡീഷണൽ 3 പോയിൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക്
നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്കും കിട്ടും 5 പോയിന്റാണ് ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ജവാന്മാരുടെയോ എക്സ് സർവീസുകാരുടെയോ ആർമി, നേവി, എയർഫോഴ്സിലെ മക്കൾക്കും അവരുടെ നിയമപരമായ ദത്തെടുത്തിട്ടുള്ള മക്കൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് കിട്ടും? 3 പോയിന്റ് ബോണസ് പോയിന്റ്. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആർമി, നേവി, എയർഫോഴ്സിലുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. ഇനി കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞു പോയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് ഉണ്ട്. ഓക്കെ. ഇനി NCC 75% കുറയാതെ ഹാജർ കേഡറ്റിനുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ ഹാജരാക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടും. അതല്ലെങ്കിൽ സ്കൗട്ട്, ഓക്കെ, സ്കൗട്ട് ആൻഡ് ഗൈഡിൽ രാഷ്ട്രപതി പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാജ്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 2 പോയിന്റ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾക്ക് എന്തുണ്ടാകും? 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 10, 15, 20 പോയിന്റ് ബോണസ് പോയിന്റ് ഉണ്ട് എന്ന് കരുതി സന്തോഷിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഇതിൽ എത്രയൊക്കെ ഉണ്ടെങ്കിലും മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 10 പോയിന്റാണ്. മാക്സിമം നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 10 പോയിന്റ് ആണ് കിട്ടുക. ഇതിൽ നിങ്ങൾ ഈ ഒരു ബോണസ് പോയിന്റിനൊക്കെ അർഹരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ടിക്ക് കൊടുക്കുമ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൂടെ അവിടെ കൊടുക്കാനുണ്ട്. ഓക്കെ, സർട്ടിഫിക്കറ്റ് നമ്പർ കൂടെ കൊടുക്കണം. അതേപോലെ തന്നെ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് കണക്കാക്കില്ല, നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയാണ് ബോണസ് പോയിന്റ് കിട്ടുന്ന കാറ്റഗറീസ്. ഇതിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. മാക്സിമം 10 പോയിന്റ്സ് ആണ് കിട്ടുക. ക്ലിയർ അല്ലേ?